നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ ഞെട്ടിച്ച ഒരു പ്രധാന വാർത്തയായിരുന്നു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തി എന്നുള്ളത്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ പ്രധാന വാർത്ത അതീവ ഗൗരവമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആ ജഡ്ജിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇനി എന്തിൻ്റെ പേരിലാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകൾ കണ്ടെത്തിയിട്ടും ഭരണകൂടം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ ജുഡീഷ്യൽ എൻക്വയറി ഉൾപ്പെടെയുള്ളത് നടത്തുക എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ ഇപ്പോൾ വ്യക്തമാക്കി ഉത്തരവിട്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ എൻക്വയറി വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മിറ്റി തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുമാണ് അതിലെ അംഗങ്ങൾ എന്നുള്ളതാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള നയം. അത് പാലിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. സുപ്രീം കോടതിക്ക് സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കാം. മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അനധികൃതമായ പണം കണ്ടെത്തിയതും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പങ്കുവച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ എല്ലാവിധ അഴിമതിയും പുറത്തു കൊണ്ടുവരികയും ഇത് പുറം ലോകം അറിയുകയും ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണ കേസുകൾ മുൻപും നിലനിന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ അന്വേഷണത്തിൽ നിന്നും താൽക്കാലികമായി അതിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നത്. അവിടെ ജാമ്യം നിഷേധിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഉണ്ടായി. ഇദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനാരോഗ്യത്തിനായിരുന്ന സമയത്ത് ഉൾപ്പെടെ നടന്ന വിവരങ്ങൾ അത് ഇപ്പോൾ സുപ്രീം കോടതി ഓരോന്നായിട്ട് കൃത്യമായി ശേഖരിച്ചു വരികയാണ്. ഇതുൾപ്പെടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ മോറൽ ഫെയിം അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ ട്രാക്ക് റെക്കോർഡ് തന്നെ നോക്കുമ്പോൾ കൃത്യമായി എന്തുമാത്രം ആരോപണ വിധേയനാണ് ഇദ്ദേഹമെന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരൻ്റെയും അവസാനത്തെ അത്താണിയാണ്. അതിനെയാണ് കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു ആരോപണം അത് ചെറിയൊരു കാര്യമേ അല്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നോക്കിക്കാണുകയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ജുഡീഷ്യൽ സംവിധാനത്തെ തകരാതിരിക്കാൻ അതിനെ സംരക്ഷിച്ചു നിർത്തുവാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിലും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. യശ്വന്ത് വർമ്മയെ ഡീബാർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ, അദ്ദേഹത്തിൻ്റെ ജഡ്ജി സ്ഥാനം എടുത്തു കളയുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയും അദ്ദേഹത്തിന് പണം കൊടുത്തത് അത് എന്തിൻ്റെ പേരിലാണ്, ഏത് രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചതിൻ്റെ പേരിലാണ്, ഏത് രീതിയിലുള്ള വിധിയിൽ ആര് സ്വാധീനം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്തുമെന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഇതോടെ BJP എങ്ങനെയൊക്കെ സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചാലും യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്കുമുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.